ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു നോർമൽ ഡേ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നോർമൽ ഡേ അല്ല, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ഡേ ആണ്. ആക്ച്വലി ഇന്ന് ഞാൻ പതിവിലും നേരം വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത്. കാരണം ഞാൻ അത്താഴത്തിന് എണീറ്റിട്ടില്ല. ഞാനും ഇവാനും ഒരുമിച്ചാണ് എണീറ്റിട്ടുള്ളത്. ഇവാനിന് ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ബ്രഷ് ചെയ്യാതിരിക്കാനുള്ള എത്ര അടവുണ്ടോ അത്രയും അടവ് അവളെടുക്കും. അതിനുശേഷം ഞാനൊരു നീണ്ട യാത്ര പോയി. വേറെ ഒന്നല്ല, എൻ്റെ ഫോണ്, അതായത് എൻ്റെ കോളിംഗ് ഫോണ് ഉമ്മ അറിയാണ്ട് ബാഗിലിട്ട് കൊണ്ടുപോയി. ഉമ്മ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. എനിക്കാണെങ്കിൽ ഫോൺ അത്യാവശ്യമാണ്, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് പോവാണ്. ഉമ്മ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ കാണാതെ ഞാൻ ഉടുക്കത്തെ തെരച്ചിലായിരുന്നു. അതിനുശേഷം കോൾ എടുത്തത് ഉമ്മയാണ് കേട്ടോ. ഉമ്മയുടെ ബാഗിൽ അറിയാതെ ഇട്ട് പോയതാണ്. ഇവിടെ നിന്നാണ് ഞാൻ ബസ് കയറുന്നത്. നമ്മളെ കെട്ടിങ്ങൽ സെൻറ്റർ തന്നെയാണ്. ബസ്സൊക്കെ കിട്ടി. എനിക്ക് ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സീറ്റ് കിട്ടി. ഒരു 11:30 നേരത്താണ് ഞാൻ പോയത്. പിന്നെ തൃശ്ശൂരെത്തിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് തൃശ്ശൂർ വന്നിട്ടുള്ളത്. തൃശ്ശൂർ മുനിസിപ്പലിലാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ജയ്ഹിന്ദ് മാർക്കറ്റിംഗ് കൂടെ നടന്നാൽ മതി. എനിക്ക് ഒരുപാട് വട്ടം വന്നിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇത്രയും വലുതായല്ലോ. അങ്ങനെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷോപ്പിൻ്റെ അവിടുന്ന് ഒരാളെ ഫോണിൽ നിന്ന് കോൾ ചെയ്തപ്പോൾ ഉമ്മ പറഞ്ഞു ഷോപ്പിലേക്ക് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. ഉമ്മ നൂലും സിബും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ നിറയെ പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ ഇതിൽ കൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഫുള്ള് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം നമ്മൾ ജയ്ഹിന്ദ് മാർക്കറ്റിലെത്തി. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ജയ്ഹിന്ദ് മാർക്കറ്റാണ്. ഈ കാണുന്ന ഫുൾ ഈദ് കളക്ഷനും വിഷു കളക്ഷനും എല്ലാം വെച്ചിട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും ഞാൻ ഉമ്മാനെ കണ്ടു. പിന്നെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല. നേരെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉമ്മയാണ് നിൽക്കുന്നത്. കണ്ടോ, ഉമ്മ ഒരു മൈൻഡില്ലാത്ത പോലെയാണ്. അപ്പോൾ ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നേരെ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ലോകം തന്നെയാണ്. എന്തിൻ്റെ കളക്ഷൻ, ഡ്രസ്സ് കളക്ഷൻ്റെ ഒരു ലോകമാണ്. ഏതാ എടുക്കേണ്ടതെന്നൊരു പിടി ഉണ്ടാവില്ല. ഓരോ ബ്ലോക്കിലും ഓരോ ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ്, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇമാനുവലിൻ്റെ ഒരു ഭാഗമാണ്. മറ്റേന്ന് പറഞ്ഞാൽ സിയോൺ സിൽക്സ് ആണ്. ഉമ്മാക്ക് കുറച്ച് ഇന്നർ വെയറും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ 3 നൈറ്റിക്കൊക്കെ 20 രൂപ, പലാസ ബാൻഡിന് 200 രൂപ, അത്രയ്ക്ക് ചാർജ് വരുന്നുള്ളൂ. ഇവിടെ വന്നിട്ടുള്ള എല്ലാ തൃശ്ശൂർക്കാർക്കും മനസ്സിലാവും ഇവിടുത്തെ റേറ്റ് കുറവിൻ്റെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ബാക്കിലുള്ളത് ബനിയനാണ്, ലേഡീസ് ബനിയനാണ് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്. പിന്നെ ഇവാനിന് പറ്റിയ ഒരുപാട് ഫ്രോക്കുകൾ കണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രീൻ കളറ് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ അതിലുള്ള ആ കഴുത്തിലുള്ള ആ വള്ളിയില്ലേ, അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ തോർത്തിനൊക്കെ വെറും 20 രൂപ എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസിക്കാൻ പറ്റണില്ല. ഈ ഒരു ഭാഗത്താണെങ്കിൽ കോട്ടൺ നൈറ്റ് ബിറ്റ്സിൻ്റെ ഒരുപാട് വേറെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അങ്ങോട്ടുള്ളത് ഫുൾ ഇത് തന്നെയാണ്. പിന്നെ ഈ പലാസോ ഈ ഒരു സെറ്റിന് വെറും 300 റുപ്പീസൊക്കെ സ്റ്റാർട്ടിങ് ഉള്ളൂ. ഈ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ ഡെനിം സ്കേർട്ടും പിന്നെ ആ ക്രോപ്പ് ടോപ്പും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിലൊരെണ്ണം സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ടോപ്പിന് വെറും 300 റുപ്പീസാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ അതൊരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതെടുത്ത് വന്നപ്പോൾ അതിൽ ചെറിയൊരു ഡാമേജ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇതിന് മുൻപ് കണ്ട ഡെനിം സ്കേർട്ടും ക്രോപ്പ് ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡെനിം സ്കേർട്ടിന് 500 റുപ്പീസും ക്രോപ്പ് ടോപ്പിന് 300 റുപ്പീസാണ്. പക്ഷേ ഡെനിം സ്കേർട്ട് വെച്ച് നോക്കിയപ്പോൾ തീരെ ആംഗിൾ ലെങ്ത് ഉള്ളൂ. അപ്പോൾ ഇക്കാക്ക് അത് ഇഷ്ടമല്ല, ആംഗിൾ ലെങ്ത് ഉള്ളത് ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ തൊട്ട് മേലേക്ക് കയറി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചുരിദാർ കളക്ഷൻസാണ്, റെഡിമെയ്ഡ് ചുരിദാർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 1-2 എന്നല്ല, നമുക്ക് ഇനിയാൻ കിട്ടില്ല, അത്ര അധികം ഉണ്ട്. പിന്നെ ഒരു കോഡ് സെറ്റ് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായി. ഞങ്ങൾ ചെന്നപ്പോൾ ഈ കോഡ് സെറ്റിൻ്റെ ബോക്സ് പൊട്ടിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കുറേ കാണാൻ പറ്റി. ഇനി അങ്ങോട്ട് പോയാൽ ഇതിൻ്റെ പൊടി പോലും കാണാൻ പറ്റില്ല എന്നറിയാം. പിന്നെ ഉമ്മാക്കൊരു ചുരിദാർ എടുക്കണമായിരുന്നു. റെഡിമെയ്ഡ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് തന്നെയാണ്. പക്ക കോട്ടണിൽ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ട്രാൻസ്പെറൻറ്റ് കുറച്ചുള്ളതുകൊണ്ട് ഉള്ളിൽ ഷിമ്മീസും ഒക്കെ ഇട്ടാൽ സെറ്റായിരിക്കും. എനിക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് മാറ്റി വെക്കാൻ നമുക്ക് നേരില്ല. നമ്മളെ കയ്യിലുള്ളത് അടുത്ത ആൾ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ കയ്യിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ പറക്കി വെക്കുകയാണ്. ഈ കോഡ് സെറ്റിൽ ഏത് കളറാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടാതെ ഞാനൊരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. എനിക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ഐറ്റമാണ് പാൻറ്റ്. എൻ്റെ പാൻറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പലാസോ കണ്ടപ്പോൾ ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് 170 റുപ്പീസ് അങ്ങോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനതിൽ 2 പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ടപ്പോൾ ഉമ്മാക്ക് ഇഷ്ടമായപ്പോൾ ഞങ്ങൾ മൊത്തം 5 പലാസോ പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലെയറും ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ബില്ലടിക്കാനെല്ലാം കൂടിയിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ബില്ലൊക്കെ കഴിഞ്ഞു. എൻ്റെ ഐറ്റംസാണ് കംപ്ലീറ്റ് ഉമ്മയുടെ കയ്യിൽ. അതൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങാൻ പോവാണ്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കാണുന്ന കാഴ്ച ഫുള്ള് മാക്സ് തുണി,
മാക്സി ബിറ്റ് അങ്ങനെ ഫുള്ളാണ് കേട്ടോ. ജയ്ഹിന്ദ് മാർക്കറ്റിലേക്ക് വന്നാൽ അറിയാം ഏത് കടയിലെ കയറേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 3 സ്റ്റാർ, നക്കോട, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. സ്റ്റെപ്പ് കയറിയ വഴിയല്ല ഞങ്ങൾ ഇറങ്ങണത്, അപ്പുറത്തെ ഭാഗത്തു കൂടിയാണ്. അപ്പോൾ ഇനി ഇവിടെയുള്ള കളക്ഷൻ കാണാമല്ലോ എന്ന് വിചാരിച്ച്. ഇവിടെ ആണെങ്കിൽ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. റണ്ണിങ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. അപ്പുറത്ത് പച്ചക്കറി മാർക്കറ്റാണെങ്കിൽ ഇപ്പുറത്ത് ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. എനിക്ക് കുറച്ച് ബദാമും കുറച്ച് കാര്യങ്ങളും വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ബദാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോണതും പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. ആ ബദാം വാങ്ങുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ചിയാ സീഡും നട്ട്സുകളും ഒക്കെ വാങ്ങാറ്. നല്ല ക്വാളിറ്റി ഉള്ള നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കിട്ടാറ്. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങാറ് ഉള്ളപ്പൊക്കെ. പിന്നെ ഈ ഒരു മാങ്ങ ഞാൻ പച്ചമാങ്ങ എന്ന് വിചാരിച്ചു, പക്ഷെ ചെറിയ മാങ്ങ എന്നോട് പറയാണ് മാമ്പഴപ്പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങയെന്ന് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടുന്ന് പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവാനുവിന് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ കോട്ടൺ ബസാർ എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി. ഇവാനിന് നല്ല ഗ്രാൻഡായിട്ട് എടുക്കണില്ല വിചാരിച്ചിട്ടുണ്ട്, കാരണം ഇവാനുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. പിന്നെ ഇവാനുവിൻ്റെ പപ്പ അത്യാവശ്യം ഡ്രസ്സ് കൊണ്ടുവരും. അപ്പം ഇനി അധികം അങ്ങോട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ലാവൻഡർ കളർ പാൻറ്റും ഈ ക്രോപ്പ് ടോപ്പുമാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് 2-3 കളക്ഷനും കൂടി നോക്കിയായിരുന്നു. അവൾക്ക് സ്കേർട്ടും ടോപ്പും ഭയങ്കര ഇഷ്ടമാണ്. ഫ്രോക്ക് ഐറ്റംസ് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ ഒരു മെറൂൺ കളറിൻ്റെ ഗ്രീനാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇതിനെത്ര 600 അങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവളെ പപ്പാക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ പപ്പാക്ക് സ്കേർട്ട് ഇഷ്ടമായില്ല. അങ്ങനെ ആദ്യം കണ്ട ലാവൻഡർ കളറിനെ ഫിക്സ് ചെയ്ത് അത് എടുത്തിട്ട് നമ്മൾ പോന്ന്. ഇവിടെ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, സെറ്റ് മുണ്ടും ലേഡീസ് വെയറും എല്ലാം ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഉമ്മ മാക്സിയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അറിയണമെന്നുകൊണ്ട് നമുക്ക് അവർ കുറച്ചും കൂടി റേറ്റ് കുറച്ച് തരാം. ഇവിടെ ഇഷ്ടംപോലെ നൈറ്റി തുണി ഉണ്ട് പറയുകയാണ്. അതൊക്കെ നോക്കിയപ്പോഴും ഇവിടെയും അത്യാവശ്യ കളേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എടുക്കാൻ നിന്നില്ല. പിന്നെ അത്യാവശ്യം വലിയ കുട്ടികൾക്കുള്ള ഫ്രോക്കും പിന്നെ പാർട്ടി വെയർ ഇല്ലേ, ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഫ്രോക്കുകളെ കളക്ഷനാണ് ഈ കാണുന്നത്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. ഇവാനിൻ്റെ 2nd ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഗ്രാൻഡ് ഫ്രോക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞാനിതാ നല്ല അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 3 മണി 3:30 ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോണത് ഉമ്മയുടെ മാക്സി തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഷോപ്പിൽ. അത് നമ്മൾ വണ്ടിക്ക് വെച്ചിട്ട് വേണം പോകാൻ. നടക്കുമ്പോഴൊക്കെ റോട്ടിൽ നിന്ന് ആവി പറക്കാൻ കേട്ടോ. ഒരടി നടക്കാൻ പറ്റില്ല. ഒന്നാമതന്നെ അത്താഴം വെക്കാണ്ടാണ് നോമ്പ് എടുത്തിട്ടുള്ളത്, രണ്ടാമതന്നെ ചൂടും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓട്ടോ വിളിച്ചപ്പോൾ ഓട്ടോ നമ്മളടുത്തേക്ക് വന്നു. പിന്നെ നമ്മളവിടെ കയറി മാക്സി തുണി എടുക്കണത്ത് പോകണം. പിന്നെ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് 15-ാം തീയതി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അവൾക്കൊരു ടോപ്പ് എടുക്കണമായിരുന്നു. അവൾക്ക് ഇങ്ങനെ എന്താ പറയുക, സാധാ ഫ്രോക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. കുറച്ച് ക്രോപ്പ് ടോപ്പ്, ബനിയൻ അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അത് പോവാണ്. നോക്കുമ്പോൾ മുനിസിപ്പൽ കംപ്ലീറ്റ് അടച്ചിട്ടേക്കാണ്, 1 വേ ആക്കിയേക്കാണ്. അപ്പോൾ നമുക്കിനി വളഞ്ഞു പോകണം. റെയിൽവേയുടെ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഈ ഭാഗം ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ പാറയമേക്കാവ് കംപ്ലീറ്റ് ചുറ്റിയിട്ടാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ആ മെറ്റീരിയലൊക്കെ എടുക്കാൻ പോകുമ്പോൾ നേരത്തും നല്ല ചൂടാണ് കേട്ടോ, കംപ്ലീറ്റ് ചൂട്. നമുക്ക് ഓപ്പോസിറ്റൊക്കെ വണ്ടി നടന്ന് പോയാലെന്ന് വിചാരിക്കും, അത്രയും ബ്ലോക്കായിരുന്നു. ഇവാന് പിന്നെ വീട്ടിലായതുകൊണ്ട് വലിയ സീനില്ല. അവൾ ഷിഫയുടെ അടുത്ത് കരയാതിരിക്കും. എനിക്കാണെങ്കിൽ ബ്ലോക്കായിട്ട് ഭയങ്കര ദേഷ്യം വന്നിട്ടിരിക്കണത്. അങ്ങനെ നമ്മൾ ശക്തൻ്റെ അവിടെയുള്ള സൈനപ്പിലേക്കാണ് കേട്ടോ ഷിഫക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത്. നമ്മളെ മാക്സി തുണിയും ഒക്കെ ആ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൈനപ്പിലെത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നു, ഒരു ആസ്തറ്റിക് ലുക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു വീട് മേക്ക് ഓവർ ചെയ്തിട്ട് ഒരു ഷോപ്പാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ടോപ്പ് നല്ല ഇഷ്ടമായി, കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. പക്ഷെ അത് ഉമ്മാക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഉമ്മാക്ക് വേറെയാണ് ഇഷ്ടമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറേ സെലക്ട് ചെയ്തായിരുന്നു. ഇവിടെ ഉള്ളതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. 500 റുപ്പീസിനൊക്കെയാണ് ദുപ്പട്ട ബോട്ടമൊക്കെ വരുന്ന ചുരിദാർ ബിറ്റുകളൊക്കെ സ്റ്റാർട്ടിങ്. പിന്നെ 100 റുപ്പീസിലുള്ള ഒരുപാട് സർപ്ലക്സ് ഐറ്റംസും ഉണ്ടായിരുന്നു. ഉമ്മാക്ക് ഇത് എടുക്കാനുള്ള മൂഡൊന്നുമില്ല, കാരണം അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. പിന്നെ ഉമ്മ എന്നെക്കാളും മുൻപ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ 500ൻ്റെ സെക്ഷൻ ഈ ഒരു ഭാഗത്താണ്. ഈ ഭാഗത്തുള്ളതിന് കംപ്ലീറ്റ് 500 ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് സ്കേർട്ട്, ലോങ് ബനിയന്, ലോങ് ഫ്രോക്കുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ബൈ 2 ബനിയൻ എടുത്താൽ 400 റുപ്പീസിനാണ് കേട്ടോ. അപ്പം ഞാൻ നല്ല ഓഫറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 ബനിയൻ എടുത്തു. പിന്നെ നല്ലൊരു മിറർ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എന്തോ ട്രോഫിയൊക്കെ കിട്ടിയത് ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ, സംഭവിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഷിഫമോൾക്ക് ടോപ്പ് എടുത്തു. പിന്നെ എൻ്റെ 2 ടോപ്പും കൂടിയിട്ട് നമ്മൾ ബില്ല് ചെയ്തു. ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ടാസ്ക്കാണ് വണ്ടി കിട്ടാൻ. നമ്മൾ വന്ന പോലല്ല, ഇവിടുന്ന് അത്യാവശ്യം നിൽക്കേണ്ടി വരും വണ്ടി കിട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്.
പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഇറങ്ങി ഉടനെ തന്നെ ഞങ്ങൾക്ക് ശക്തനിക്ക് വണ്ടി കിട്ടി. അങ്ങനെ ശക്തനിലെത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ കയറ്റണമെന്നുണ്ടെങ്കിൽ ഇവാനിന് എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുപോകാതെ കയറ്റില്ല. അപ്പോൾ ഞാൻ 2 ലോലിപോപ്പും, പിന്നെ ഈ ലോലിപോപ്പ് അല്ല, ഇത് വേറെന്തോ സംഭവമാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൽപ്പലീബ് തന്നെയാണ് കേട്ടോ സംഭവം. അപ്പോൾ അതിൽ നിന്ന് ഒരു ലോലിപോപ്പും പിന്നെ ഈ ഒരു സംഭവം പിന്നെ 2 ഫ്രൂട്ടി വാങ്ങിച്ചായിരുന്നു. കാരണം ഷിഫമോളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്തു. നമ്മളോടൊക്കെയുള്ള ബസ് വന്നിട്ടില്ല, നമ്മളെ കവറുകളൊക്കെ താഴെ വെച്ചേക്കാണ് കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 5:30 5:15 ആയിട്ടുണ്ട്. നമ്മളെ ഈ ഭാഗത്തേക്കുള്ള ബസ് മാത്രം വന്നിട്ടില്ല. എന്തൊരു കഷ്ടം നോക്കുക, എവിടെ പോയാലും അങ്ങനെ തന്നെ. അങ്ങനെ എന്താണെന്നറിയില്ല, 2 ബസ് പോയതിന് ശേഷമാണ് നമ്മളിവിടേക്കുള്ള ബസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഉമ്മ അവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നു. രണ്ടാളും അടുത്തടുത്തിരിക്കേണ്ട. എനിക്കാണെങ്കിൽ വിൻഡോ സീറ്റ് ഇരിക്കണം, ഉമ്മാക്കാണെങ്കിൽ അവിടെ ഇരിക്കാനാണ് ഇഷ്ടം. ഉമ്മാക്കും വിൻഡോ സീറ്റ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഉമ്മ അവിടെ ഇരുന്നു, ഞാനിവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും അവിടെ ഇരുന്നു. ബസ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ചൂടോട് ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ബസ് എങ്ങനെയാലും സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാമെന്ന് വിചാരിച്ച് അങ്ങനെ 6 മണി നേരത്ത് വീട്ടിലെത്തി. എന്തോ ഒരു ത്യാഗം കഴിഞ്ഞ പോലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇവാനും ഷിഫനും കാണാനില്ല. ഉപ്പ പറഞ്ഞു 2 ആളും മേലേന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മേലെ കയറിയിട്ടോ, 2 ആളെയും കാണാൻ വേണ്ടിയിട്ട്. വാതിൽ തട്ടി നോക്കുമ്പോൾ വാതിൽ തുറക്കണില്ല. അപ്പോഴേക്ക് മനസ്സിലായി 2 ആൾ നല്ല ഉറക്കാന്ന്. കുറേ നേരത്തിന് ശേഷം വാതിൽ തുറന്നപ്പോൾ ഇവാനും എന്നെ കുറേ നേരം ചോദിച്ചിരുന്നു, 2-3 വട്ടം ചോദിച്ചിരുന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല ഉറക്കമായി ഇത്ര ആൾ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടാണ്. ഞാൻ ഇവിടെ പോയാലും അങ്ങനെ ശല്യമൊന്നുമില്ല, എവിടെ പോയാലും ഞാൻ പോവാണെന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ പോയിട്ട് വാ എന്നുള്ളൊരു രീതിയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിച്ച് ഫ്രൂട്ടി കൊടുത്തപ്പോൾ മൂടി തുറക്കാണ്ടാണ് കേട്ടോ കുടിക്കണത്. ഉറക്കത്തിൻ്റെ ഇതിൽ ഹാങ് ഓവർ വിട്ടിട്ടില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ ആൾ ഹാപ്പിയായി. എവിടെ പോയി വരുമ്പോഴും ഞാൻ എന്തെങ്കിലും കൊണ്ടിരുന്നുള്ള പ്രതീക്ഷ വിളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെ പോയി വരുമ്പോൾ വെറുതെ വരാൻ പറ്റില്ല. പിന്നെ ഭയങ്കര കരച്ചിലാവും. അത് ഞാനുണ്ടാക്കിയ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോലുമിഠായി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ, ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ പോലത്തെ ഉണ്ട്. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വെള്ളത്തിൻ്റെ ബോട്ടിൽ ബസ്സിലിരുന്ന് വാങ്ങിക്കൊടുത്താലെന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കലക്കാനോ ജ്യൂസോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നേരിട്ടിട്ട് അങ്ങനെ തന്നെ നോമ്പറക്കായിരുന്നു. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതന്നെ മാഷാ അല്ലാ, അതന്നെ നല്ലതായിരുന്നു. എനിക്കത് മതിയായിരുന്നു. തണ്ണിമത്തനും പിന്നെ മുസമ്പിയാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് ഞാൻ നോമ്പറന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ നേരമില്ല, കാരണം ഞാൻ രാവിലെ പോയതാണ്. പിന്നെ ഇവിടെ ഷിഫയും ഇവാനും ഉണ്ടായിരുന്നു. അവർക്ക് ഉണ്ടാക്കാൻ അവൾക്ക് പറ്റിയില്ല. ഞാൻ ഗ്രീൻ പീസ് മസാല ഗ്രീൻ പീസിൽ എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കുമല്ലോ, അതും ചപ്പാത്തിയാണ് കഴിച്ചത്. വൻ ഫ്ലോപ്പായിരുന്നു. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല സംഭവം, വായ വെക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ വിശപ്പുകൊണ്ടാണ് കഴിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ പീസ് പുഴുങ്ങിയിട്ട് വെറുതെ കോഴിമുട്ട ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ രാത്രി നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ ഐറ്റംസും സോഫയിൽ ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്.